നമസ്കാരം. ഇന്ന് വായനാ ദിനമാണ്. എല്ലാവർക്കും വായനാ ദിന ആശംസകൾ നേരുകയാണ്. നമുക്ക് പതിവ് പോലെ രാഷ്ട്രീയ വിശകലനത്തേക്ക് കടക്കാം. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയുമായി UDF സംബന്ധിച്ചിടത്തോളം രാഹുലിന് പകരം പ്രിയങ്ക വരുന്നു. ഇതോടെ രാഹുൽ വയനാട്ടുകാരെ വഞ്ചിച്ചു. കാരണം റായ്ബറേലിയിൽ മത്സരിക്കുന്ന കാര്യം പറയാതെ വയനാട്ടിൽ മത്സരിച്ച് വോട്ടൊക്കെ പെട്ടിയിലായി കഴിഞ്ഞതിന് ശേഷമാണ് രാഹുൽ എന്ന് പറയുന്നത്, രാഹുല് റായ്ബറേലിയിൽ കൂടി മത്സരിക്കുന്നു എന്നുള്ള വിവരം പറയുന്നത്. അത് സത്യം പറഞ്ഞാൽ വയനാട്ടുകാരെ വഞ്ചിക്കലാണ്. അങ്ങനെ വയനാട്ടുകാരെ വയനാട്ടിലെ വോട്ടർമാരെ രാഹുൽ ഗാന്ധി വഞ്ചിച്ചു എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് സ്വാഭാവികമായും BJP പക്ഷത്തു നിന്നും CPIയുടെ പക്ഷത്തു നിന്നും എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്ത് നിന്നുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ കോൺഗ്രസ് ക്യാമ്പുകൾ ഏറ്റവും വലിയ ആശ്വാസത്തിലാണ്. ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറഞ്ഞാൽ പ്രിയങ്ക വരുന്നത് കൊണ്ടുള്ള ആശ്വാസമല്ല, പ്രിയങ്ക വന്നില്ലായിരുന്നെങ്കിൽ ഉണ്ടാകുന്ന പൊല്ലാപ്പുകൾ ഒഴിഞ്ഞു കിട്ടിയല്ലോ എന്നുള്ളതാണ് കോൺഗ്രസ്സുകാരുടെ ഒരു ആശ്വാസം എന്ന് പറയുന്നത്. അല്ല, ഞാൻ ആ സീറ്റിന് വേണ്ടി ആരൊക്കെ അടികൂടുമായിരുന്നു. T സിദ്ദിഖ് എന്നോ കുപ്പായം തുന്നി വെച്ചതാണ്, പാവം കഴിഞ്ഞില്ല. നമ്മുടെ മുരളി മുൻകൂർ ജാമ്യം എടുത്തു, ഞാൻ അങ്ങോട്ടേക്ക് ഇല്ല, അല്ലെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുരളിയുടെ കണ്ണ് വേറെ ഒരു സ്ഥലത്തേക്കാണ്. ആ കാര്യം നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുപോട്ടെ, അപ്പൊ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക വരുന്നു എന്ന് കേട്ടപ്പോൾ എന്തൊക്കെയാണ് രണ്ടാം ഇന്ദിരാഗാന്ധിയുടെ ഉദയം എന്നാണ് ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത്. രണ്ടാം ഇന്ദിരാഗാന്ധി. ഇവരുടെയൊക്കെ വർത്തമാനം കണ്ടായിരിക്കും ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മഹത്തായ സംഭവമാണ്. ഇന്ദിരാഗാന്ധി ശക്തയായ ഭരണാധികാരിയായിരുന്നു, ഒക്കെ ശരി തന്നെ. പക്ഷെ ഇന്ദിരാഗാന്ധി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് 1975 അടിയന്തരാവസ്ഥയുടെ കറുത്ത നാളുകളാണ്. നമ്മുടെ രാജൻ ഉൾപ്പെടെ എത്രയെത്ര ചെറുപ്പക്കാരെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയച്ച ഏറ്റവും ക്രൂരമായ, പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ലാത്ത അതിഭീകരമായ ഫാസിസത്തിന്റെ നാളുകളിലൂടെ ഇന്ത്യ കടന്നുപോയ ഒരു ചിത്രമുണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ടിട്ട് ഇന്ദിരാഗാന്ധി ഇല്ല. അപ്പൊ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് മഹത്തായ കാര്യങ്ങളൊന്നും കോൺഗ്രസ്സുകാർ പറയണ്ട, അത് അവിടെ പെട്ടിയിലിട്ട് കൂട്ടിയാൽ മതി. അപ്പൊ രണ്ടാം ഇന്ദിരാഗാന്ധി എന്നൊക്കെയാണ് വിശേഷിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ മൂക്കുണ്ടത്രേ, ഇന്ദിരാഗാന്ധിയുടെ മൂക്ക്, ഇന്ദിരാഗാന്ധിയുടെ ഹെയർ സ്റ്റൈൽ. ഇതെന്താ ഫാൻസി ഡ്രസ് മത്സരമാണല്ലോ വയനാട്ടിൽ നടക്കാൻ പോകുന്നത്. അതൊന്നും കോൺഗ്രസ്സുകാർ പറയണ്ട, അതവിടെ നിൽക്കട്ടെ. അപ്പം ഈ പ്രിയങ്ക വയനാട്ടിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് വരുന്നത്. അപ്പൊ ഞാനിവിടെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റാഷിദ് CP. ഈ റാഷിദ് CP എന്ന് പറഞ്ഞാൽ തന്നെ ഒരുവിധം മലയാളികൾക്കൊക്കെ അറിയാം. കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ പല തിരഞ്ഞെടുപ്പുകളിലും സോഷ്യൽ മീഡിയയിലൂടെ തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ നടത്തി താരമായ ആളാണ് റാഷിദ് CP. ഒരുപാട് ആൾക്കാർ തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ നടത്താറുണ്ട്, എക്സിറ്റ് പോളുകൾ നടത്താറുണ്ട്. ഇതൊക്കെ നടത്തുന്നത് വളരെ അക്കാദമിക്കലായി ഈ രംഗത്തെ വിദഗ്ധരാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. റാഷിദ് CP വിദഗ്ധനല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ റാഷിദ് CP അദ്ദേഹത്തിൻ്റെതായ നിരീക്ഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെതായ പരിമിതികളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് വ്യത്യസ്തങ്ങളായ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ, ആ പ്രദേശത്തിന്റെ സാഹചര്യങ്ങൾ, അതിന്റെ പിൽക്കാലത്ത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വോട്ടിങ്ങിന്റെ ഒരു പാറ്റേൺ, ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ അപഗ്രഥിച്ചുകൊണ്ടാണ് റാഷിദ് തിരഞ്ഞെടുപ്പ് പ്രവചനം നടത്താറുള്ളത്. നമുക്കൊക്കെ അറിയാലോ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രവചനങ്ങൾ എക്സിറ്റ് പോൾ അടക്കം 8 നിലയിൽ പൊട്ടിത്തകർന്നൊക്കെ നമുക്കറിയാം. റാഷിദ് ആ നിലക്കുള്ള ദേശീയ പ്രവചനങ്ങൾ നടത്തിയത് മാത്രം കൃത്യമായിട്ടൊന്നും ആയിരുന്നില്ല. പക്ഷേ റാഷിദ് വടകരയില് നമുക്കൊക്കെ അറിയാലോ, ഈ കേരളത്തില് ഏറ്റവും പ്രധാനപ്പെട്ട 2 പോരാട്ടങ്ങൾ നടന്നത്, ഒന്ന് തൃശ്ശൂരിലും മറ്റൊന്ന് വടകരയായിരുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ തോൽപ്പിക്കുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയായിരുന്നു വടകരയില് CPMകാരൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ KK ശൈലജ എന്ന് പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല. KK ശൈലജ മട്ടന്നൂര് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷേ ശൈലജയെ എവിടെ കൊണ്ട് മത്സരിപ്പിച്ചാലും ശൈലജ അതേ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നൊക്കെ മനക്കോട്ട കെട്ടിയ സഖാക്കള്, നമ്മുടെ G സുധാകരൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ശൈലജയെ എവിടെ കൊണ്ടിട്ടാലും ശൈലജ ജയിക്കുന്നില്ല. കാരണം ശൈലജയ്ക്ക് നമ്മൾ കൽപ്പിച്ചു കൊടുത്ത ഒരു പദവി ഉണ്ടല്ലോ, അതായത് കോവിഡ് കാലത്ത് എന്തോ മഹത്തായ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ കേരളീയരെ മൊത്തം വഞ്ചിക്കുകയായിരുന്നു ഈ ആരോഗ്യമന്ത്രി ശൈലജ ചെയ്തത്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മരണങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ കെടുകാര്യസ്ഥതകളെ കുറിച്ചോ ഒന്നും
ഒന്നും വാർത്തകൾ പുറത്തുവിടാതെ ഇവിടെയൊക്കെ സുരക്ഷിതം എന്നുള്ള രീതിയിൽ പൊങ്ങച്ച കണക്കുകളുമായി അല്ലെങ്കിൽ യഥാർത്ഥ കണക്കുകൾ അല്ലാതെ കേരളം എന്തോ മഹത്തായ കാര്യം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അവസാനം കണക്കുകളൊക്കെ വന്നപ്പോഴല്ലേ മനസ്സിലായത് ഏറ്റവും കൂടുതൽ മരണം ഉണ്ടായതും ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകൾ ഉണ്ടായതൊക്കെ കേരളത്തിൽ തന്നെയാണ്. പക്ഷെ അതൊന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞ് അമേരിക്കയിൽ നിന്ന്, ആസ്ട്രേലിയയിൽ നിന്ന്, ഉഗാണ്ടയിൽ നിന്ന് ഒക്കെ ശൈലജ ടീച്ചറെ വിളിക്കുന്നു, അഭിനന്ദിക്കുന്നു, ഫലകങ്ങൾ കൊടുക്കുന്നു. എന്തൊക്കെയായിരുന്നു സംഭവങ്ങൾ. അതൊക്കെ നിൽക്കട്ടെ. അതിന്റെ ഇടയിൽ നടന്ന PPE കിറ്റ് വിവാദവും, അതായത് കോവിഡിന്റെ മറവിലും അടിച്ചുമാറ്റൽ പരിപാടികൾ നടന്നു എന്നുള്ളത് അത്ര വലിയ എന്താ പറയാ, നമ്മുടെ പ്രതിപക്ഷമൊന്നും അത്ര വലിയൊരു കോളിലൊക്കെ ഉണ്ടാക്കിയില്ല. എങ്കിലും ഞാൻ ശൈലജ ടീച്ചറുടെ കാര്യങ്ങൾ പറയുന്നില്ല, പാവം തോറ്റുപോയി, പോട്ടെ. അത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരാളുണ്ട്. അയാളിപ്പം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ കലാപങ്ങൾ നേരിടുകയാണ്, കോടതിയിൽ നിന്ന് കുത്തലുകൾ നേരിടുകയാണ്. അത് വേറൊരു പാർട്ടിക്കുള്ളിലുള്ള കാര്യങ്ങൾ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് CP റാഷിദ് എന്ന് പറയുന്നത് നമുക്ക് വടകരയില് ഷാഫി പറമ്പിൽ, ശൈലജ ടീച്ചർ ജയിക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഷാഫി പറമ്പിൽ അവിടെ 1,14,000 വോട്ടുകൾക്ക് ജയിക്കും എന്ന് കൃത്യമായി പറഞ്ഞ ആളാണ് റാഷിദ്. അന്നൊന്നും ഒരു പക്ഷെ നമ്മൾ വിശ്വസിച്ചില്ല. 1,00,000 ഷാഫി പറമ്പിലിന് ജയിക്കാനുള്ള എല്ലാവിധ സാധ്യതകളുണ്ട്, അതിനുള്ള പറ്റിയ അനുകൂല അന്തരീക്ഷമാണ് അവിടെയുള്ളത്, നമുക്കൊക്കെ അറിയായിരുന്നു. 1,00,000 വോട്ടിന് അടുത്തൊക്കെ വിജയിക്കുമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 1,14,000 വോട്ടിന് ഷാഫി ജയിക്കുമെന്ന് പറഞ്ഞ നിരന്തരം പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും TV ചർച്ചകളിലൊക്കെ വന്നിരുന്ന് പറയുകയും ചെയ്ത ആളാണ് റാഷിദ്. ഏതാണ്ട് അതേ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഷാഫി പറമ്പിൽ വടകരയിൽ ജയിച്ചത്. അതാണ് നമ്മുടെ റാഷിദിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണേ, അതായത് പ്രിയങ്ക അവിടെ വരുന്നത് എതിരായും അനുകൂലമായും ഒക്കെയുള്ള നിരന്തരമായ അഭിപ്രായ പ്രകടനങ്ങൾ വരുമ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടാവും റാഷിദിന്. പക്ഷെ ഇവിടെ ഒരു പ്രവചനത്തിന് പ്രസക്തി ഇല്ലാത്ത സ്ഥലമാണ് വയനാട് എന്നറിയാലോ. അവിടെ റാഷിദും വേണ്ട, ആരും വേണ്ട, ഒരു രാഷ്ട്രീയത്തെ കുറിച്ച് ഒരു ബോധവും ഇല്ലാത്തവർക്ക് പ്രവചിക്കാൻ പറ്റും. പ്രിയങ്ക കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ നേടിയ ഭൂരിപക്ഷത്തേക്കാൾ കൂടുമോ കുറയുമോ, അത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 3 ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വിജയിച്ചത്. ആ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധി ഉയർത്തുമോ, അതല്ല അത്രയും വോട്ട് കിട്ടില്ലേ, അത് പറയാൻ റാഷിദ് ഒന്നും വേണ്ട. പക്ഷെ റാഷിദ് പറയുന്നത് പ്രിയങ്ക എന്തുകൊണ്ട്, പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ പ്രത്യേകതകൾ, എന്തിന് പ്രിയങ്ക വയനാട്ടിൽ വരുന്നത് കൊണ്ടുള്ള പ്രത്യേകതകൾ, അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രിയങ്ക വയനാട്ടിൽ, പ്രിയങ്ക അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന് പരിഗണിക്കാൻ പറ്റില്ല, അതിന്റെ സാധ്യതകൾ, അതിന്റെ രാഹുൽ ഗാന്ധി വയനാട് വിടാനുള്ള കാരണങ്ങൾ, രാഹുൽ ഗാന്ധിയും വയനാടുമായുള്ള ഒരു അറ്റാച്ച്മെന്റ്, അങ്ങനെ റാഷിദിന്റെ ഈ പറഞ്ഞ വയനാടിനെ സംബന്ധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ വയനാട്ടിൽ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് റാഷിദിന്റെ അഭിപ്രായ പ്രകടനമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത്. റാഷിദിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: തിരിച്ചടികൾ ഏതൊരു മനുഷ്യനെയും പ്രതിസന്ധിയിലാക്കും. അത് നരേന്ദ്രമോദി ആയാലും രാഹുൽ ഗാന്ധി ആയാലും ഒരേപോലെയാണ്. രാഹുൽ ഗാന്ധി എന്ന മനുഷ്യന് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നൽകിയ തിരിച്ചടിയുടെ ആഴം ചില്ലറയായിരുന്നില്ല. അവിടെയാണ് ഈ മലയാള നാടിന്റെ പ്രസക്തിയും. ആ മനുഷ്യന് ആകെത്തന്നെയായി ആശ്വാസം നൽകിയ ഒരു നാട്, അതിലേറെ ആ മനുഷ്യനെ ചേർത്ത് പിടിച്ച വയനാടൻ ജനതയും. കഴിഞ്ഞ കാലങ്ങളിൽ സ്വന്തം പാർലമെന്റ് മണ്ഡലമായ വയനാട്ടിലേക്കുള്ള ഓരോ സന്ദർശനവും ആ മനുഷ്യന് നൽകിയ രാഷ്ട്രീയ ഊർജവും ചില്ലറയായിരുന്നില്ല. രാജ്യത്തിന്റെ മറ്റേതൊരു കോണിൽ പോയാലും ആ മനുഷ്യന്റെ ആശയത്തോട് ഇത്രമേൽ കംഫർട്ടായ മറ്റൊരു ജനതയുണ്ടോ എന്നതുപോലും സംശയമാണ്. ആ മനുഷ്യന്റെ ജനാധിപത്യ ബോധത്തോട് അത്രയേറെ ചേർന്ന് നിന്ന ഒരു ജനത. ആ കാര്യത്തിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഒരേ മനോഭാവം. വയനാട്ടുകാരോട് സംസാരിക്കാൻ രാഹുൽ ഗാന്ധിക്കോ തിരിച്ചു സംസാരിക്കാൻ ആ നാട്ടുകാർക്കോ ഭാഷ പോലും ഒരു പ്രശ്നമായിരുന്നില്ല. അവരുടെ മനസ്സറിഞ്ഞുള്ള പരസ്പരമുള്ള പുഞ്ചിരിയിൽ പോലും ഉണ്ടായിരുന്നു അവർക്ക് പറയാനുള്ളതെല്ലാം. അത് ആ മനുഷ്യന്റെ ബോഡി ലാംഗ്വേജിൽ പോലും പ്രകടവുമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് 2024 പൊതു തിരഞ്ഞെടുപ്പ് മുമ്പിലേക്ക് വരുന്നതും ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതും അതിന്റെ നായകസ്ഥാനം കോൺഗ്രസിലേക്ക് വന്നു ചേരുന്നതും. തുടക്കത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഈ പ്രാവശ്യം വയനാട്ടിൽ മാത്രം മത്സരിക്കുക എന്നത് മാത്രമായിരുന്നു ചിന്ത. അത് പലപ്പോഴും അദ്ദേഹത്തോട് ചേർന്ന് നിന്നവരോട് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് പോരാട്ടം വലിയ രീതിയിൽ കനത്തതോടെ അദ്ദേഹം UP യിൽ നിന്നും മത്സരിക്കാൻ നിർബന്ധിതനായി. അത് ഇന്ത്യ മുന്നണിക്കും ജനാധിപത്യ ചേരിക്കും നൽകിയ ഊർജം ചില്ലറ ആയിരുന്നില്ലെന്ന് തിരഞ്ഞെടുപ്പ് ഫലം പിന്നീട് തെളിയിക്കുകയും ചെയ്തു.
സ്വാഭാവികമായും റായ്ബറേലിയിലും വയനാട്ടിലും ജയിച്ച രാഹുൽ ഗാന്ധിക്ക് ഒരെണ്ണം ഒഴിയേണ്ട അനിവാര്യത മുന്നിലേക്ക് വന്നു ചേരുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ജനാധിപത്യ ഭരണഘടനാ സംരക്ഷണ രാഷ്ട്രീയത്തെക്കുറിച്ച് എളുപ്പം പറഞ്ഞു ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരിടമായി നിലവിൽ വയനാടിനെ അദ്ദേഹവും കോൺഗ്രസ് പാർട്ടിയും കണ്ടു. അപ്പോഴും ആ മനുഷ്യനും കോൺഗ്രസ് പാർട്ടിക്കും വയനാടിന് മുന്നിൽ വെക്കാനുള്ള ശരിയായ ഉത്തരം തന്നെയായിരുന്നു പ്രിയങ്ക ഗാന്ധി. അത് രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം ഏറെ വായിക്കുന്ന വയനാട്ടുകാർക്കും മലയാളികൾക്കും എളുപ്പം മനസ്സിലാവുകയും ചെയ്യും. പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ച്, അവരുടെ പോരാട്ട വീര്യത്തെക്കുറിച്ച് അറിയാൻ ഏറ്റവും എളുപ്പമുള്ളൊരു വഴി കഴിഞ്ഞ കാലങ്ങളിൽ രാജ്യത്ത് നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ അവരുടെ പ്രസംഗങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ മതി. അത് തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും അത്രമേൽ ജനങ്ങളുമായി നേരിട്ടായിരുന്നു അവരുടെ സംസാരം. എന്തായാലും രാഹുൽ ഗാന്ധി ആയാലും പ്രിയങ്ക ഗാന്ധി ആയാലും വയനാട്ടുകാരെ അവർ നിരാശപ്പെടുത്തില്ല. ഇത്രയുമാണ് റാഷിദ് CP എഴുതിയിരിക്കുന്നത്. നന്ദി, നമസ്കാരം.